കീരമ്പാറയിൽ PICCS പദ്ധതിയുടെ ഭാഗമായി 21 ടണ്ണോളം വരുന്ന 5 ഇനം വളങ്ങൾ വിതരണം ചെയ്യുന്നു. ആന്റണി ജോൺ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കർഷകരും ജനപ്രതിനിധികളും വിതരണോദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നാളികേര വികസന ബോർഡ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കീരമ്പാറ കേരഗ്രാമം കാർഷിക സമിതി വഴി നടപ്പിലാക്കുന്ന PICCS പദ്ധതിയുടെ ഭാഗമായി 21 ടണ്ണോളം വരുന്ന 5 ഇനം വളങ്ങൾ വിതരണം ചെയ്യുന്നു. PICCS പദ്ധതിയിലെ അംഗങ്ങൾക്കാണ് വളം വിതരണം ചെയ്യുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ കീരമ്പാറ കൃഷിഭവൻ അങ്കണത്തിൽ ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഈ കാർഷിക മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള തുടർച്ചയായ അംഗീകാരം എന്നുള്ള നിലയിലാണ് ഇത്തരം പദ്ധതികളെ ഞാൻ നോക്കിക്കാണുന്നത്. ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് നമ്മൾ കേരഗ്രാമം പദ്ധതി കീരമ്പാറയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ഏറ്റവും ഭംഗിയായി ആ പദ്ധതി നടപ്പിലാക്കിയ ഒരു കൃഷിഭവൻ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അത് കീരമ്പാറ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കീരമ്പാറയെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ പരിശോധിക്കുമ്പോൾ ഒരു തികഞ്ഞ കാർഷിക മേഖലയാണ്. ഒട്ടേറെ കർഷകർ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾക്കിടയിലും സജീവമായി മേഖലയിൽ ഇടപെട്ടു പോവുകയാണ്. പ്രതിസന്ധികളെ സംബന്ധിച്ചൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, വിലയിടിവ് ഉൾപ്പെടെ വന്യമൃഗശല്യം അടങ്ങുന്ന നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഈ പഞ്ചായത്തിലെ കർഷകർ കടന്നു പോകുന്നത്. പ്രസിഡന്റ് ജിജി ഏളൂർ അധ്യക്ഷത വഹിച്ചു. ജൈവവളങ്ങളുടെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവും നാളികേര കർഷക തൊഴിലാളി ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷിയും നിർവഹിച്ചു. ഒരു 3 മിനിറ്റ് സമയം അവസരം നൽകി അത് നന്ദിയോടെ ഓർക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. ഇവിടെയുള്ള കർഷകരുടെ അല്ലെങ്കിൽ കേരള ഗ്രാമത്തിന്റെ ഒക്കെ ഒരു വലിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറുപടിയിൽ നമ്മുടെ മന്ത്രി സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം ആരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. അത് ശരിയല്ല എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള MP-മാരെല്ലാം കൂട്ടമായി പല സന്ദർഭത്തിലും ഈ കേരളത്തിലുള്ള വന്യജീവി ആക്രമണത്തെ പറ്റിയൊക്കെ വളരെ വിശദമായി സംസാരിച്ചിട്ടുള്ള പല വേദികളും ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇന്ത്യൻ നാളികേര ജേർണൽ മാസികയുടെ വിതരണം കീരമ്പാറ കൃഷി ഓഫീസർ AM ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. കേരഗ്രാമം കൺവീനർ ബിനു കൊച്ചോടത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. കേര ബോർഡ് പ്രതിനിധി മുഹമ്മദ് മുസ്തഫ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് സി പുല്ലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സൗമ്യ ശശി, ബ്ലോക്ക് അംഗം റാണിക്കുട്ടി ജോർജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഗോപി മുട്ടത്ത്, മേരി KP, ശ്രീജ ബിജു, പഞ്ചായത്ത് സെക്രട്ടറി P സുമ, കൃഷിഭവൻ ADA പ്രിയമോൾ തോമസ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ദാനി, കൃഷി അസിസ്റ്റന്റുമാരായ PT വിജയകുമാർ, PA സൗമ്യ, കേരഗ്രാമം വൈസ് പ്രസിഡന്റ് ടോമി അറമ്പൻകുടി, ട്രഷറർ MM രവി, സെക്രട്ടറി AK കൊച്ചുകുറു എന്നിവരടക്കം ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും വിശിഷ്ട വ്യക്തികളും കർഷകരും പങ്കെടുത്തു. സ്വാഭാവികമായും 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ അമെൻഡ്മെന്റ് വരുത്തണം. അപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ ഒരു കേസ് അത് ചെയ്യാൻ സാധിക്കും. 1972 को 50 साल का पहले का कानून है. वो कानून अभी तक कैसे ഫോളോ कर सकते എന്ന് പുള്ളി ചോദിച്ചത്. മിനിസ്റ്റർ ചോദിക്കുന്ന കേസാണ്. 55 കൊല്ലം മുമ്പുള്ള ഒരു നിയമം ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായും നമുക്കുള്ള കർഷകന് ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ വന്യമൃഗശല്യം അതിരൂക്ഷമാകുമ്പോൾ നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ നമുക്ക് കൃഷി നടത്തിയിട്ട് മുന്നോട്ടേക്ക് സാധിക്കില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.